സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഒരു പെർഫെക്റ്റ് റീക്രിയേഷൻ. ഇത് വീണ്ടും തിയേറ്ററിൽ കാണാം. ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. സോ ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. 100% അവർ ആ ഒരു ഒറിജിനൽ അതേ രീതിയിൽ തന്നെ തിയേറ്ററിൽ ഇവർ 4K ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ സൂപ്പറായിട്ട് ഭയങ്കര ഫ്രഷ്നെസ്. ആ ഒരു ബീജിയം കേൾക്കുന്നത് വീണ്ടും പുഷ്പം ആ ഒരു ഹൊറർ ഫീല് എല്ലാ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സൂപ്പറായി. വീണ്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റീ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഗ്രേറ്റ് മൂവി, എല്ലാവരുടെയും ഫേവറേറ്റ് മൂവിയല്ല. അതിൻ്റെ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു ടി വിയിൽ കണ്ട സിനിമയല്ലേ? അപ്പോൾ തിയേറ്റർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ 93 ശ്രീകുമാർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൽ കണ്ടു. പക്ഷേ ഒരു മാറ്റിനോ റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. അതിൻ്റെ ഓഡിയോ ട്രാക്ക് ഭയങ്കര എഫക്റ്റാണ്. അറ്റ്മോസ്ഫിയർ, അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അതായത് മോണോ ട്രാക്കാണ്. പക്ഷേ ഇത് അറ്റ്മോസ്ഫിയർ വേണ്ടി ഇവർ ഒരുപാട് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. പഴയ ട്രാക്കൊക്കെ അത് സൂപ്പറായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഭയങ്കര ഓരോ ഡയലോഗിനും തിയേറ്ററിൽ കിട്ടുന്ന കൈയടിയുണ്ട്. അത് ഭയങ്കരമാണ്. എത്ര പ്രാവശ്യം സിനിമ എല്ലാവരും കണ്ടതാണ് ടി വിയിൽ. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച ടി വിയിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇതൊരു ഒരു വെറൈറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ ഒരു മാറ്റമില്ല. എന്താ പറയുക, ഒരു ടൈംലെസ് ക്ലാസിക്കാണ് മലയാളത്തിൽ. അതിനൊരു കിടിലൻ ട്രിബ്യൂട്ട് തന്നെയാണ് തിയേറ്ററിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ കിടിലൻ എക്സ്പീരിയൻസ്. ഒരു ടൈംലെസ് ക്ലാസിക് കണ്ണ് നിറഞ്ഞ മനസ്സിലാവും. ടി വിയിൽ ഒത്തിരി ആയിട്ടും കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഭയങ്കര മാജിക്കലായിരുന്നു. എങ്ങനെയാണ്? ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള പടമാണ്. കുറേ കണ്ട് മടുക്കത്തേ ഇല്ല. മാത്രമല്ല നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ മൈന്യൂട്ട് സാധനം മനസ്സിലാവുന്നത്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് സുരേഷ് ഗോപിയുടെ ഭയങ്കര ഭീകര പെർഫോമൻസ് ആണ് ഇതെന്നുള്ളത് മനസ്സിലാവുന്ന സിനിമയും കൂടിയാണ് മനസ്സിലാക്കുന്നത്. ശോഭനയുടെ സിനിമയാണ്. ശോഭനയുടെ പെർഫോമൻസ് ആണ് ശോഭനയുടെ സിനിമയാണ്. വീഡിയോ ക്വാളിറ്റി എല്ലാം ടി വിയിൽ കുറേ പ്രാവശ്യം കണ്ട സിനിമയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ കാണാൻ? ഇത് കുറച്ചും കൂടെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. പിന്നെ പൊതുവെ നല്ലൊരു ഇഷ്ടമുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ മാറുമായിരുന്നു. കണ്ടപ്പോൾ ടി വിയിൽ കുറേ കണ്ട സിനിമയില്ല. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു പുതുമ എത്ര കണ്ടാലും തിയേറ്ററിൽ 4K ഡോൾബി അറ്റ്മോസിൽ കണ്ടപ്പോൾ ക്വാളിറ്റി രക്ഷയില്ല. അതായത് എന്താ പറയാ, സീരിയസ് ആയിട്ട് ആ പണ്ട് കണ്ട അതേ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഇപ്പോഴും എങ്ങനെയാണ് ഇവിടെ? എങ്ങനെയാണ് വേറെ എക്സ്പീരിയൻസ് ടി വിയിലെ കണ്ടതിനെക്കാളും ഇപ്പൊ ഇന്ന് പോയാലും ടി വിയിൽ ഇട്ടായിരുന്നു കാണും. എക്സ്പീരിയൻസ് അതാണ് അങ്ങനെ എക്സ്പീരിയൻസ് തന്നെ അറിയാം. 4K എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി? നല്ല ക്ലാരിറ്റി, നല്ല ക്വാളിറ്റി. ടി വിയിൽ എത്ര പ്രാവശ്യം കണ്ടാണ് ഈ സിനിമ? ഒന്നുമില്ല, അടിപൊളി. തിയേറ്ററിൽ കാണാൻ സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ 4K റിമാസ്റ്ററിലേക്ക് നമ്മളെല്ലാം കണ്ട സിനിമയാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇത് പണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നല്ല ഓഡിയോ പിന്നെ റീമാസ്റ്ററിംഗ് ഒക്കെ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഒരു പുതിയ സിനിമ കണ്ട ഫീലൊക്കെ ഉണ്ടോ കാണുമ്പോഴത്തേക്ക്? ഓഡിയോ ഒക്കെ പേടിയാവുന്ന സീനൊക്കെ നല്ലതായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസിന്റെ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചില സീനൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്നെ എന്നിട്ട് കൈയടിക്കും. പക്ഷേ അങ്ങനെ നല്ല രസമായിരുന്നു. പണ്ട് അത് എവിടെ കൂടെ തന്നെ കണ്ട, പക്ഷെ പണ്ട് കണ്ടല്ലേ. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. നല്ല സുഖമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യപ്രധാനം കാണുന്ന പോലെ തന്നെ അതേ ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ ടി വിയിൽ ഒരുപാട് തവണ കണ്ടാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ 4K ആണ്, ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? നമ്മൾ ടി വി കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി ഒരു ബെറ്റർ അനുഭവമാണ് 4Kയിൽ കാണുമ്പോൾ. കാരണം നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്നോട് അതിനെ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക എങ്ങനെയാണ് ഒരു ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ സിനിമ കാണുന്ന ഒരു കാണുമ്പോൾ എസ്പെഷ്യലി മോഹൻലാൽ വരുമ്പോൾ ആ ഒരു നല്ല ഹ്യൂജ് അപ്രിസിയേഷൻ. മോഹൻലാൽ മാത്രമല്ല, ശോഭനയും സുരേഷ് ഗോപിയും വരുമ്പോഴും കോമഡി രംഗങ്ങളും പേടിപ്പെടുത്തും അതെല്ലാം അതേപോലെ തന്നെ. അതെ അതെ നല്ല പടം തന്നെയാണ്. ഞാൻ കണ്ട പോലെ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ളൊരു ഫീൽ കിട്ടും. ഈ ഒരു 4K ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ്. സൗണ്ടും വിഷ്വൽസ് എല്ലാം കിട്ടില്ല തന്നെ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് എല്ലാ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ?
എനിക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയം അച്ഛൻ്റെ അമ്മേരും കൂടെ പോയി കണ്ടു. അതും ഒരു ഓലപ്പുര ആയിട്ടുള്ള കടയായിരുന്നു. ഇപ്പം ആ തിയേറ്ററിലില്ല, അതെല്ലാം അടച്ചു കൂട്ടി. ഇപ്പോൾ പക്ഷേ ഈ 4Kയിൽ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട്, കാരണം ഞങ്ങളുടെയൊക്കെ ആ സമയത്ത് ഇവിടെ സിറ്റിയിൽ 100 ദിവസം പൂർത്തിയായിട്ടാണ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ തിയേറ്ററിൽ വരുന്നത്. ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് നമ്മൾ കണ്ട സിനിമയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ലെജൻസ് ഇപ്പം നമ്മളോട് ഇല്ലാത്ത അവരെല്ലാം വീണ്ടും ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക അവർ ഇല്ലാത്തതിൻ്റെ ഒരു നഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ 4Kയും ഡോൾബി അറ്റ്മോസും കൂടെ എല്ലാം കൂടെ വന്നപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴാണ് ശരിക്കും ആ മനസ്സിലായ സിനിമ അതിൻ്റെ ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ തിയേറ്ററിൽ നമ്മൾ ടി വിയിലൊക്കെ ഒരു 100ലധികം തവണ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ഈ പറയില്ല വീഞ്ഞിന് വർഷങ്ങൾ കഴിയുന്നവരും വീര്യം കൂടും. അതേപോലൊരു ഫിലിം. ഈ ചിത്രവും വന്ദനവും അതെല്ലാം വീണ്ടും ഇതേപോലെ റിലീസാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതിന് നിർമ്മാതാക്കളെ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഒരു തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ഈ 4K ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി എനിക്ക് എൻഡ് ആയപ്പോൾ ഉണ്ടല്ലോ കണ്ണും നിറഞ്ഞു പോയി. കുറേ ലെജൻഡറി ആക്ടേഴ്സ് നമ്മളെ വിട്ടുപോയി, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി പൂനെന്ന് ഇതിനായിട്ട് വന്നതാണ്. ബിക്കോസ് നോർത്തിൽ ഇതിൻ്റെ റിലീസ് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ യുനോ ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡയറക്ടർ ലാൽ സർ എന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു സ്ട്രൈക്കായി. ഹി വാസ് ദ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർ ഫോർ ദിസ് ഫിലിം. സോ ആ സമയത്ത് ഫാസിൽ സർ അല്ലാതെ സിബി സാറും പ്രിയദർശൻ സാറും സിദ്ദിഖ് ലാൽ സാറും കൂടെ കംപ്ലീറ്റ് ചെയ്ത ഒരു മൂവിയാണ്. എല്ലാം ഇത്ര ലെജൻഡറി ആൾക്കാർ ചെയ്ത് വെച്ച ഒരു പടമാണ്. ആൻഡ് ഇത്രയും ലെജൻഡറി ആർട്ടിസ്റ്റ് നമ്മുടെ മോളിവുഡിലെ ആ സമയത്തുള്ള ഏറ്റവും ലെജൻഡറി ആർട്ടിസ്റ്റ് ആരും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇത്രയും ഒരു വേറെ ലെവൽ മൊത്തം വർത്തായി ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ കേട്ടു ജർമ്മനിയിൽ നിന്ന് ഡോക്ടർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് റീ റിലീസായിട്ട്. സോ എന്തുമാത്രം ഒരു പൊട്ടൻഷ്യൽ ഈവൻ ടുഡേ ഇൻ ബോളിവുഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നത്. സോ എത്രമാത്രം പൊട്ടൻഷ്യൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര വേറെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇനിയില്ല. വളരെ ഗ്രാൻഡ് റിലീസ്. അയ്യോ ഫുൾ ആക്ച്വലി നമ്മളങ്ങ് ഇൻവോൾവ് ആക്കി കളയും പടം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിസിലും അടിക്കും, കൈയും തട്ടും. പക്ഷെ എൻ്റെ മൊമെന്റ് ആകുമ്പോൾ നമ്മളതൊക്കെ മറന്നങ്ങ് പടത്തിനകത്ത് കയറും. പിന്നെ നമ്മളതൊക്കെ അങ്ങ് മറന്നു. ഇറ്റ് വാസ് അത് നിങ്ങൾ കാണണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അമേസിങ്. ഞാൻ ജനിക്കണേന് 1 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പോൾ ലാലേട്ടനായിരുന്നാലും ശോഭനായിരുന്നാലും വീണ്ടും കാണണമെന്ന് ആഗ്രഹത്തിൽ വന്നിട്ടുണ്ട്. ഒരു 100 വട്ടത്തിൽ കൂടുതൽ ടി വിയിലായിരുന്നാലും ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ കണ്ടിട്ടുള്ള പടമാണ്. അത് ഇന്നും എന്നും എവർഗ്രീൻ ക്ലാസിക് തന്നെയാണ് ബോളിവുഡിൽ. എങ്ങനെയുണ്ടായിരുന്നു അത് ഈ 4K ഡോൾബി അറ്റ്മോസ്ഫിയറിൽ സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റി? നമ്മളെപ്പോഴും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ടി വിയിലൊക്കെ ധാരാളം കണ്ട സിനിമയില്ല, അപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ബോറടിച്ചോ അല്ല ഒരു പുതിയൊരു സിനിമയുടെ ഫീലാണോ? സിനിമയെ സംബന്ധിച്ച് ബോറടി എന്നുള്ളതില്ല. ഓരോ തവണ കാണുമ്പോഴും അതിൻ്റെ ആ പ്രശ്നത്തോട് തന്നെയാണ് കാണുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ അതിലൊരു സന്തോഷം ഫീലുണ്ടായിരുന്നു. ഓക്കെ, ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടുവരാൻ കാണിച്ചാൽ മൂവി കൊള്ളാം. നമ്മൾ എപ്പോഴും കണ്ട് മറന്ന സ്റ്റോറിയാണ്. ഈ തിയേറ്ററിൽ കാണാൻ പറ്റിയതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഒരു പുതിയൊരു സിനിമ കാണുന്ന ഫീൽ തന്നെ ഉണ്ടോ കാണുമ്പോഴത്തേക്ക്? നമുക്ക് സ്റ്റോറി ഓൾറെഡി അറിയാമല്ലോ എന്താണ് അടുത്ത് സംഭവിക്കുന്നത്. തിയേറ്ററിൽ കണ്ടതുകൊണ്ട് അത്രയും നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു. ഓഡിയൻസും അതിൽ രോമാഞ്ചം ഭയങ്കര ഉള്ളുന്ന ഫീലിംഗ് ആയിരുന്നു. ടി വിയിൽ കുറേ കണ്ട സിനിമയല്ലേ, അപ്പോൾ തിയേറ്റർ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി? തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗൂസ് ബംസ് ആണ്. പൊളിയാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഇത് ടി വിയിൽ ഒരുപാട് തവണ കണ്ടിരിക്കുമല്ലോ ഈ സിനിമ. അപ്പോൾ ഇത് തിയേറ്ററിൽ ഇപ്പോൾ 4K ക്വാളിറ്റിയിലും ഡോൾബി അറ്റ്മോസിലാണ് സൗണ്ട്. അപ്പോൾ അത് ഈ ഓഡിയോ കൊണ്ട് തന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരു ഡിഫറൻസ്? പിന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് സിനിമയാണെങ്കിലും ടി വി കാണുന്ന പോലെ അല്ലല്ലോ നമുക്കിപ്പോൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇത്ര നാളും കണ്ടതാണ്, ഒരുപാട് തവണ കണ്ടതാണെങ്കിലും നമുക്ക് ആ ഒരു ഫീല് വരുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും ഓഡിയൻസിൻ്റെ ആ റെസ്പോൺസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. പുതിയ സിനിമ കാണാൻ വന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ തീർച്ചയായും